മെലോഡ്രാമ ടാസ്ക് ആയിരുന്നു ഇത്രയും നേരം ലൈവില്. എല്ലാരും വളരെ നല്ല രീതിയിൽ ചെയ്തു, ചിരിപ്പിച്ചു. കാരിക്കേച്ചർ ആയിട്ടാണ് എല്ലാരും ചെയ്തത്. മിമിക്രി എന്നതിനേക്കാളിലും ഉപരി എല്ലാ ടീമുകളുടെയും പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡെൻ ടീമിന്റെ പെർഫോമൻസ് ആണ്. അപ്സരയും അർജുനും ജിൻ ജാനായിട്ടാണ് വന്നത്. ഒരു രക്ഷയും ഇല്ലായിരുന്നു. ജിൻഡോ ഒക്കെ തലയും കുത്തി മറിഞ്ഞിരുന്ന് ചിരിക്കുമായിരുന്നു അപ്സര ചെയ്ത് കൂട്ടുന്നത് കണ്ടിട്ട്. അതും ജാൻമണിയുടെ ബെസ്റ്റ് കാരിക്കേച്ചർ അവതരിപ്പിച്ചത് അർജുനാണ്. എല്ലാരിൽ നിന്ന് ഞെട്ടിച്ചു കളഞ്ഞു ശരിക്കും. ഇത്രയും കിടിലിനായിട്ട് അർജുനെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്കും കിടുവായിട്ട് അർജുൻ ആ ഒരു വേഷം ചെയ്തു ജാൻമണിയുടെ. ഗബ്രിയെ എടുത്തു പറയണം, നോറയായിട്ടാണ് ഗബ്രി വന്നത്. ആ കാരിക്കേച്ചർ നല്ല രീതിയിൽ ചെയ്തു വെച്ചു. പിന്നെ ആരാണ് റസ്മിൻ, കുഴപ്പമില്ലാതെ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ടീം ആയിരുന്നു അടുത്തത്. സായി ബാസ് കൂട്ടിയിട്ട് അർജുനായ ആ ഒരു മൂമെന്റ് കിടുവായിരുന്നു. പിന്നെ അഭിഷേകും അത്യാവശ്യം നല്ല രീതിയിൽ ചിരിപ്പിച്ചു. പിന്നെ ജയദീപും നന്ദനയും. ജാസ്മിൻ ഗബ്രി എന്നിവരുടെ കാരിക്കേച്ചർ ആണ് ചെയ്തത്. ഒരു രക്ഷയില്ലായിരുന്നു, പ്രത്യേകിച്ച് നന്ദന. ടണൽ ടീമാണ് ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അൻസിബ ഓവറാക്കി കയ്യിന്ന് പോയ പോലൊക്കെ തോന്നി. ഒരു പൊടിക്ക് കുറയ്ക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ മെലോഡ്രാമ ആണല്ലോ, നല്ല കൂട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ജാസ്മിൻ ജീവിച്ച് കാണിച്ചു, പ്രത്യേകിച്ച് പരകായ പ്രവേശം ഒന്നും നടത്തിയിട്ടില്ല. ഒരു ടീമില് 4 പേരില് 2 പേര് തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ടീമിന്റെ ഔട്ട്പുട്ട് കയ്യിന്ന് പോയി എന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ഇവരാണ് ഈ ഒരു ടാസ്ക് ജയിച്ചത്. അൻസിബയും ജാസ്മിനും തമ്മിൽ അത്ര വലിയ കണക്ഷനോ ബന്ധമോ ഒന്നുമില്ല. അടിയാണ് 2 പേരും. അതിന്റെ അഭാവം അറിയാനുണ്ടായിരുന്നു അവരുടെ സ്കിറ്റിൽ. അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പരിപാടി നീറ്റായിട്ട് വന്നേനെ. കണ്ടപ്പോൾ തോന്നിയ ഓണസ്റ്റ് അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശ്രീരേഖയും ശ്രീതുവും പിന്നെ ആക്ടേഴ്സ് ആണ്, അവര് നൈസായിട്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നു. ശ്രീരേഖ ഗബ്രി ആയിട്ടാണ് ചെയ്തത്. ഒബ്സർവേഷൻ എല്ലാം കിടുവായിരുന്നു. ഗബ്രിയുടെ ചില മൈന്യൂട്ട് ചില മാൻഡ്രസംസും പരിപാടികളും ഉണ്ട്, അത് നൈസായിട്ട് ചെയ്തു. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഗബ്രിയുടെ ആ ഒരു കിളിപോയ സൈഡ് ശ്രീരേഖ എടുത്ത് പുറത്ത് കാണിച്ചു. 2 പേരും നൈസാക്കി, 2 പേര് ചളമാക്കി. അങ്ങനെ ആവറേജ് ആയിരുന്നു ടണലിൻ്റെത്. പക്ഷെ അവരാണ് ജയിച്ചത്. ഡെൻ ടീമിന് ഈ ടാസ്കിൽ ബിഗ് ബോസ് പങ്കെടുപ്പിക്കാതെ ഇരുന്നിരുന്നുവെങ്കിൽ വൻ നഷ്ടമായി പോയേനെ. അവരെ കറക്റ്റ് സമയത്ത് തുറന്നു വിടാൻ തോന്നിയത് ഭാഗ്യം. ഇല്ലായിരുന്നുവെങ്കിൽ അത്രയും കിടിലിനൊരു പെർഫോമൻസ് മിസ്സായേനെ. അത്രയ്ക്കും തകർത്തു ഡെൻ ടീം ഈ ഒരു ടാസ്കിൽ. മെലോഡ്രാമ എന്ന കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയാണ് അപ്സരയുടെ ഒക്കെ ടീം ഈ ഒരു ടാസ്ക് ചെയ്തത്. 4 പേരില് റസ്മിൻ ഒഴികെയുള്ള 3 പേര് അഴിഞ്ഞാടിയ റൗണ്ടായിരുന്നു ഇവരുടേത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പവർ ടീം 150 പോയിന്റുകൾ കൊടുത്ത് വിജയിപ്പിച്ചത് ടണൽ ടീമിനെയാണ്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ഈ ജഡ്ജ്മെന്റ് എനിക്ക് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ടണൽ ടീം ജയിക്കുമെന്ന. ഈ ചാലഞ്ച് ജയിച്ചത് ടണൽ ടീമാണ്. ഡെന്നിന് 2ാം സ്ഥാനമാണ്. അങ്ങനെ ഈ ടാസ്ക് അവസാനിച്ചു.